Hi dear ones, welcome to CSCB Ranker, your one-stop channel for cracking CSCB exams in Kerala. നമ്മൾ സെക്ഷൻ 63 സബ്സെക്ഷൻ 5 5A 6 ഇത്രയും കൂടി പഠിച്ചിരുന്നു. അതിലെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, which section deals with the procedure for auditing cooperative societies? Answer, സെക്ഷൻ 63 സബ്സെക്ഷൻ 5. ഓഡിറ്റിംഗ് പ്രൊസീജിയറിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലെ ഓഡിറ്റ് പ്രൊസീജിയർ. അത് സെക്ഷൻ 63 സബ്സെക്ഷൻ 5 പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2, ഹൂ അപ്രൂവ്സ് ദ ഓഡിറ്റ് മാനുവൽ ഫോർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്? ആൻസർ, ദ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ്. ഓഡിറ്റ് മാനുവൽ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞില്ലേ 5 വർഷം കൂടുമ്പോൾ റിവൈസ് ചെയ്യുമെന്നൊക്കെ. അത് അപ്രൂവ് ചെയ്യുന്നത് ആരാണ്? അത് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റാണ് അപ്രൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ക്യാൻ ഇഷ്യൂ ഗൈഡ് ലൈൻസ് ഓർ ഡയറക്ഷൻസ് ഫോർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്? ആൻസർ, ദ രജിസ്ട്രാർ, നബാർഡ് ഓർ ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇവിടെ പറയുന്നത് ആരാണ് ഓഡിറ്റ് പ്രൊസീജിയറിന് ഡയറക്ഷൻ, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്? അത് രജിസ്ട്രാർ ആവാം, നബാർഡ് ആവാം, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആവാം. ക്വസ്റ്റ്യൻ നമ്പർ 5, ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ റിവൈസിംഗ് ഓർ അപ്ഡേറ്റിംഗ് ദ ഓഡിറ്റ് മാനുവൽ? ആൻസർ, ദി ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദി രജിസ്ട്രാർ. ഇവിടെ പറയുന്ന ഈ ഓഡിറ്റ് മാനുവൽ അപ്ഡേറ്റ് ചെയ്യണം, അത് ആരാണ് ചെയ്യുന്നത്? അത് ചെയ്യുന്ന ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് രജിസ്ട്രാറുമായി കൺസൾട്ട് ചെയ്തിട്ടാണ് അത് അപ്ഡേറ്റ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ്, ഹൗ ഓഫൺ ഷുഡ് ദ ഓഡിറ്റ് മാനുവൽ ബി റിവൈസ്ഡ് ഓർ അപ്ഡേറ്റഡ്? ആൻസർ, എവറി 5 years. ഈ ഓഡിറ്റ് മാനുവൽ റിവൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്നാണ്. അത് നമ്മൾ പറഞ്ഞു 5 വർഷം കൂടുമ്പോഴാണ്. ഓരോ 5 വർഷം കൂടുമ്പോഴും ഓഡിറ്റ് മാനുവൽ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് രജിസ്ട്രാറുമായി കൺസൾട്ട് ചെയ്ത് റിവൈസ് ചെയ്യുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 7, ഹൂസ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഈസ് വാലിഡ് ഫോർ ഓൾ ഗവൺമെൻറ് ആൻഡ് നോൺ ഗവൺമെൻറ് പർപ്പസസ്? Answer, the director of cooperative audit or any officer authorized by him. ഇവിടെ പറയുന്ന ഈ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ് ഏതര സ്ഥാപനങ്ങളിലേക്കുള്ള വാലിഡ് ഡോക്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്നു. അത് ആര് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കും എന്നാണ്. അത് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് അല്ലെങ്കിൽ അദ്ദേഹം ഓതറൈസ് ചെയ്തിരിക്കുന്ന ഓഫീസേഴ്സിന് കൊടുക്കുന്ന ഓഡിറ്റ് സർട്ടിഫിക്കറ്റാണ് വാലിഡ് ഡോക്യുമെൻ്റായിട്ട് ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ്റേതര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതായി നമുക്ക് പഠിക്കേണ്ട സെക്ഷൻ 63 സബ്സെക്ഷൻ 7. ദ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ഷാൽ ബി അണ്ടർ ദി കൺട്രോൾ ഓഫ് ദി രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. സെക്ഷൻ 63 സബ്സെക്ഷൻ 7 പറയുന്നത് ഈ ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അണ്ടറിൽ വരുന്ന ആളാണ്. അത് പറയുന്ന സെക്ഷൻ 63(7) നെക്സ്റ്റ്, സെക്ഷൻ 63 സബ്സെക്ഷൻ 8, ദ മിനിമം ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ഓഡിറ്റേഴ്സ് for auditing accounts of the cooperative society may be such as may be prescribed. Rule 64A. സെക്ഷൻ 63(8) പറയുന്നത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഓഡിറ്ററുടെ മിനിമം ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും അത് റൂൾ 64A വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് 63(8) സെക്ഷൻ 63(8) പറയുന്നത്. നെക്സ്റ്റ് ലേറ്റസ്റ്റ് അമെൻമെൻ്റ് ആണ് സെക്ഷൻ 63 സബ്സെക്ഷൻ 9. എവറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ കോസ് ടു ബി ഓഡിറ്റഡ് ബൈ എ ടീം ഓഫ് ഓഡിറ്റേഴ്സ് appointed by the Director of Cooperative Audit
in accordance with the scheme approved and notified by the state government as per KCS Amendment Act 2023. സെക്ഷൻ 63 സബ്സെക്ഷൻ 9 പറയുന്നു, KCS ആക്ട് 2023 അമെൻമെൻറ്റ് പ്രകാരം സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത സ്കീം അനുസരിച്ച് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് അപ്പോയിൻ്റ് ചെയ്യുന്ന ടീം ഓഫ് ഓഡിറ്റേഴ്സ് ആണ് എല്ലാ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും ഓഡിറ്റ് ചെയ്യേണ്ടത്. അതാണ് സെക്ഷൻ 63 സബ്സെക്ഷൻ 9 പറയുന്നത്. The composition, structure of the team, mode of conducting audit, mode of processing and preparing audit report shall be included in the scheme approved by the state government as per KCS Amendment Act 2023. 2023 KCS Amendment Act പ്രകാരം സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിരിക്കുന്ന സ്കീമിൽ ഈ ഓഡിറ്റ് ടീമിൻ്റെ കോമ്പോസിഷൻ ഏതൊക്കെ രീതിയിലാണ് അവരെ കോർഡിനേറ്റ് ചെയ്യേണ്ടത്, അവരുടെ സ്ട്രക്ചർ, ആ ടീമിൽ ഓരോ സൊസൈറ്റികളിലേക്കും എങ്ങനെയുള്ള ആളുകളാണ് പോവേണ്ടത്, അവരുടെ സ്ട്രക്ചർ, പിന്നെ എങ്ങനെ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യണം, പിന്നെ അത് അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം, ഓഡിറ്റ് റിപ്പോർട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഇതെല്ലാം ഈ സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. ഈ സ്കീം സ്റ്റേറ്റ് ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുന്നതാണ്. ഇനി ബുള്ളറ്റ് പോയിൻറ്റ്സ് നോക്കാം. സെക്ഷൻ 63 സബ്സെക്ഷൻ 7 ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ദി രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. സെക്ഷൻ 63 subsection 8 Auditors' minimum qualification and experience will be as prescribed in rules. Rule 64A. Next, section 63 subsection 9 under the KCS Amendment Act 2023, Act number 9 of 2024. Every cooperative society must be audited. Audit must be done by a team appointed by the Director of Cooperative Audit. Appointment follows a scheme approved and notified by the state government. The scheme must include composition and structure of the audit team, mode of conducting the audit, process for preparing the audit report. ഇനി ലാസ്റ്റ് ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നോക്കാം. The district in Kerala having more iron deposit. Answer Kozhikode. Next, meaning of reminiscence. Answer the act of recalling or recollecting past experiences. ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുന്നതാണ്. നെക്സ്റ്റ്, seismography is related to earthquake. Then tassiometer is related to dash. ആൻസർ സ്ട്രെയിൻസ് എന്നാണ്. അതായത് ഭൂമികുലുക്കം അളക്കുന്നത് സിസ്മോഗ്രാഫി വെച്ചാണെങ്കിൽ ടാസിയോമീറ്റർ എന്ന് പറയുന്നത് സ്ട്രെയിൻസിനെ അളക്കുന്നത്, അതായത് ഒരു സാധനത്തിൻ്റെ ഒറിജിനൽ അവസ്ഥയിൽ നിന്നും അത് വളയുകയോ ഒടിയുകയോ ഒക്കെ ചെയ്ത് ചെറിയ വേരിയേഷൻ വന്നാൽ അതിനെ മെഷർ ചെയ്യുന്നത് ടാസിയോമീറ്റർ എന്ന് അത് വെച്ചിട്ടാണ്. അതിൻ്റെ സ്പെല്ലിങ്ങിൽ ഒരു ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട്. ശരിക്കും TASSIOMETER ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് തെറ്റിച്ചായിരുന്നു ഇട്ടിരുന്നത്. ഞാൻ റെഫർ ചെയ്തതിൽ അങ്ങനെ മിസ്റ്റേക്ക് ആയിരുന്നു. അപ്പം ഞാൻ ശരിക്കും അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് ഇതാണ് ശരിക്കുമുള്ള ആൻസർ, ശരിക്കുമുള്ള സ്പെല്ലിങ്. നൗ യുവർ ടേൺ ടു ആൻസർ. ദ സ്മോളസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഇൻ ഇന്ത്യ ഈസ്. നെക്സ്റ്റ്, മീനിങ് ഓഫ് candid. നെക്സ്റ്റ്, what would come in the place of question mark? 1, 3, 12, 60, 360 and 2020, then dash. Leave your answer in the comment box and stay tuned for the next episode. Thank you.